ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തവും അതേസമയം ഏറ്റവും അധികം അവഗണിക്കപ്പെടുന്നതുമായ ഒരു സത്യത്തെക്കുറിച്ചാണ്. ഈ സത്യം മനസ്സിലാക്കി ജീവിതത്തിൽ പ്രയോഗിച്ചാൽ നിങ്ങളുടെ ചിന്തകളും തീരുമാനങ്ങളും അതിൻ്റെ ഫലമായി നിങ്ങളുടെ ജീവിതം തന്നെയും മാറിമറിയും. പ്രശസ്ത ചിന്തകനായ എയിൽ നൈറ്റിംഗേൽ ഇതിനെ വിളിച്ചത് ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് എന്നാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വിചിത്രമായ രഹസ്യം. എന്തുകൊണ്ടാണ് ഇതിനെ വിചിത്രമായ രഹസ്യമെന്ന് വിളിക്കുന്നത്? എന്താണ് ആ രഹസ്യം? അത് എങ്ങനെ നമ്മുടെ ജീവിതം മാറ്റും? കാരണം ഇത് വളരെ ലളിതമാണ്. എന്നാൽ ലോകത്തിലെ 95% ആളുകളും ഇത് തിരിച്ചറിയാതെയാണ് ജീവിക്കുന്നത്. എന്നാൽ വിജയത്തിൻ്റെ കണക്കുകൾ എന്താണ്? നമുക്ക് ചുറ്റുമുള്ള ലോകത്തേക്ക് ഒന്ന് നോക്കുക. 25 വയസ്സുള്ള 100 ആളുകളെ എടുത്താൽ അവരോട് നിങ്ങൾക്ക് വിജയിക്കണോ എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരേപോലെ പറയും, അതെ, എനിക്ക് വിജയിക്കണം എന്ന്. അവർക്കെല്ലാം ജീവിതത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടാകും. എന്നാൽ ഇവർക്ക് 65 വയസ്സാകുമ്പോഴുള്ള അവസ്ഥ എന്താണെന്നറിയാമോ? കണക്കുകൾ പ്രകാരം ഒരാൾ മാത്രം അതിസമ്പന്നനാകുന്നു, 4 പേർ സാമ്പത്തികമായി സ്വതന്ത്രരാകുന്നു. ജീവിക്കാൻ പണം ഒരു തടസ്സമല്ല. ബാക്കി 95 പേരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുകയാണ്. അവർ കടബാധ്യതകളിലും ആശങ്കകളിലും നിരാശയിലുമായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവർക്ക് ബുദ്ധിക്കുറവാണോ? അതോ അവസരങ്ങൾ ലഭിക്കാത്തതാണോ? അല്ല. അതിനുള്ള ഉത്തരം അവർ ചിന്തിച്ചില്ല, ലക്ഷ്യമില്ലാതെ ജീവിച്ചു. മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് വെറുതെ ആൾക്കൂട്ടത്തിന് പിന്നാലെ പോയതുകൊണ്ടാണ് അവർക്ക് ഈ അവസ്ഥ വന്നത്. അവരിലെ ആ 5% ആളുകൾക്ക് മാത്രം കിട്ടിയ ഭാഗ്യം എന്താണ്? എന്തുകൊണ്ട് 5% ആളുകൾ മാത്രം വിജയിക്കുന്നു? പരാജയപ്പെടുന്ന 95%വും വിജയിക്കുന്ന 5%വും ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇവയാണ്. 1. ലക്ഷ്യമില്ലായ്മ, ലാക്ക് ഓഫ് ഗോൾസ്. വിജയിക്കുന്ന 5% ആളുകൾക്ക് അവർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കൃത്യമായ ബോധ്യമുണ്ട്. ബാക്കി 95% ആളുകൾക്കും കാറ്റിലുലയുന്ന കപ്പൽ പോലെ എങ്ങോട്ടെന്നില്ലാതെ ഒഴുകി നടക്കുന്നു. 2. കൺഫോമിറ്റി, അനുകരണം. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ജീവിക്കുക എന്നതാണ് പരാജയപ്പെടുന്നവരുടെ രീതി. എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്ന ചിന്താഗതി അവരെ ശരാശരി നിലവാരത്തിൽ തളച്ചിടുന്നു. എല്ലാവരും ഇങ്ങനെ ജീവിക്കുന്നു, എല്ലാവരും രാവിലെ ജോലിക്ക് പോകുന്നു, എല്ലാവരും കടമെടുക്കുന്നു. അതുകൊണ്ട് തന്നെ 95% ആളുകൾ ഒരേ ജീവിതം, ഒരേ പ്രശ്നങ്ങൾ, ഒരേ പരാജയം. 3. ചിന്താശൂന്യത. ജീവിതത്തിൽ എന്ത് വേണമെന്ന് അവർ ഒരിക്കലും ഗൗരവമായി ചിന്തിക്കുന്നില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മൾ ഒരിക്കലും എങ്ങോട്ട് പോകണമെന്ന് ചിന്തിക്കുന്നില്ല. എങ്കിൽ വിജയത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? എന്താണ് ഈ രഹസ്യം? ഈ നൈറ്റിംഗേലിൽ വിജയം എന്നത് വെറുതെ പണം ഉണ്ടാക്കൽ മാത്രമല്ല. ഒരു വ്യക്തി താൻ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ലക്ഷ്യത്തിലേക്ക് ബോധപൂർവം യാത്ര ചെയ്യുന്നതാണ് വിജയം. ഈ രഹസ്യം ഇതാണ്: നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അതായിത്തീരുന്നു. വി ബിക്കം വാട്ട് വി തിങ്ക് അബൌട്ട്. ഇതൊരു ആശയമല്ല, ഇതൊരു നിയമമാണ്. ഗ്രാവിറ്റി പോലെയുള്ള നിയമം. നിങ്ങൾ ദിവസവും ചിന്തിക്കുന്നത് ഭയമാണെങ്കിൽ ഭയം വളരും, കടമാണെങ്കിൽ കടം കൂടും, വിജയമാണെങ്കിൽ വഴികൾ തുറക്കും. മനസ്സ് എന്ന അത്ഭുതകരമായ ഒരു കൃഷിയിടമാണ്. നമ്മുടെ മനസ്സിനെ ഒരു കർഷകൻ്റെ കൃഷിയോട് ഉപമിക്കാം. നിങ്ങളുടെ മനസ്സ് ഒരു കൃഷിയിടം പോലെയാണ്. മണ്ണ് വിവേചനം കാണിക്കില്ല. നിങ്ങളതിൽ നെല്ല് വിതച്ചാൽ അത് നെല്ല് തരും. നിങ്ങളതിൽ വിഷച്ചെടി വിതച്ചാൽ അത് വിഷം തരും.
മണ്ണിൽ നിങ്ങൾ എന്ത് വിത്തിടുന്നോ അത് മുളച്ചു വരും. നിങ്ങളൊന്നും വിത്തിട്ടില്ലെങ്കിൽ അവിടെ വെറുതെ കളകൾ വളരും. നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയും ഇതുതന്നെയാണ്. നമ്മുടെ ഉപബോധ മനസ്സും ഇതുപോലെയാണ്. നിങ്ങൾ പോസിറ്റീവായ വിജയകരമായ ചിന്തകളാണ് അവിടെ നൽകുന്നതെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരും. ഭയവും ആശങ്കയുമാണ് നൽകുന്നതെങ്കിൽ പരാജയവും ആശയക്കുഴപ്പവും ഫലമായി ലഭിക്കും. വിജയത്തിൻ്റെ വിത്തുകൾ പാകിയാൽ വിജയം കൊയ്യാം. ഭയവും ആശങ്കയുമാണ് പാകുന്നതെങ്കിൽ പരാജയമായിരിക്കും ഫലം. ഇതാണ് പ്രകൃതിയുടെ നിയമം. നിങ്ങൾ വിജയത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്താൽ വിജയം നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ പരാജയത്തെയും ഭയത്തെയും കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതവും പരാജയമായിരിക്കും. പോസിറ്റീവ് ചിന്തകൾ പാകിയാൽ പോസിറ്റീവ് ഫലങ്ങളും നെഗറ്റീവ് ചിന്തകൾ പാകിയാൽ നെഗറ്റീവ് ഫലങ്ങളും ഉണ്ടാകും. എന്നാൽ വിജയത്തിൻ്റെ നിർവചനം എന്താണ്? വിജയം എന്നാൽ വലിയ തുക ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാവുക എന്നത് മാത്രമല്ല. എ നൈറ്റിംഗേൽ പറയുന്നത് വിജയം എന്നത് ഒരു മഹത്തായ ലക്ഷ്യത്തിലേക്ക് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. സക്സസ് ഈസ് ദ പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് വർത്തി ഐഡിയൽ. നിങ്ങൾക്ക് ലക്ഷ്യമുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് പ്രവർത്തിക്കുന്നു, നിങ്ങൾ വിജയിയാണ്. താൻ ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു അധ്യാപകൻ, മികച്ച രീതിയിൽ വീട് നോക്കുന്ന ഒരു വീട്ടമ്മ, തൻ്റെ സ്ഥാപനം സത്യസന്ധമായി വളർത്തുന്ന ഒരു സംരംഭകൻ, ഇവരെല്ലാം വിജയികളാണ്. കാരണം അവർ ഒരു ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ലക്ഷ്യമില്ലെങ്കിൽ ജീവിക്കുന്നത് മാത്രമാണ്, മുന്നേറുന്നില്ല. ഒരു കപ്പൽ തുറമുഖത്ത് നിന്ന് പുറപ്പെടുമ്പോൾ അതിന് കൃത്യമായ ഒരു ലക്ഷ്യസ്ഥാനം, ഡെസ്റ്റിനേഷനും അത് നയിക്കാൻ ഒരു ക്യാപ്റ്റനുമുണ്ടെങ്കിൽ 100-ൽ 99 തവണയും അവിടെ തന്നെ എത്തും. എന്നാൽ ലക്ഷ്യസ്ഥാനമോ ക്യാപ്റ്റനോ ഇല്ലാത്ത ഒരു കപ്പലിനെ കടലിലേക്ക് വിട്ടാൽ എന്ത് സംഭവിക്കും? അത് എവിടെയെങ്കിലും തകർന്നു വീഴും, അല്ലെങ്കിൽ നടുക്കടലിൽ വഴിതെറ്റി കിടക്കും. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. ലക്ഷ്യമുള്ളവർ വിജയിക്കുന്നു, കാരണം അവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് കൃത്യമായ അറിവുണ്ട്. നിങ്ങളുടെ ജീവിതമാകുന്ന കപ്പലിൻ്റെ ക്യാപ്റ്റൻ നിങ്ങളാണ്. നിങ്ങളുടെ ലക്ഷ്യമാണ് നിങ്ങളുടെ മാപ്പ്. രാത്രിയും പകലും നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. ഈ രഹസ്യം എങ്ങനെ പ്രയോഗിക്കാം? ഇപ്പോൾ ഇതാ ജീവിതം മാറ്റുന്ന 30 ദിവസത്തെ പരീക്ഷണം. ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 1, ഒരു കാർഡിൽ ലക്ഷ്യം എഴുതുക. നിങ്ങൾക്ക് ജീവിതത്തിൽ കൃത്യമായി എന്ത് വേണമെന്ന് ഒരു ചെറിയ കാർഡിൽ എഴുതി വയ്ക്കുക. കൂടുതൽ വരുമാനം, കടവ് മുക്തി, വിജയകരമായ ബിസിനസ്. ആ കാർഡ് എപ്പോഴും കൂടെ കരുതുക. രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും അത് വായിക്കുക. സ്റ്റെപ്പ് നമ്പർ 2, ചിന്തകളെ നിയന്ത്രിക്കുക. നിങ്ങളുടെ ചിന്തകൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിരീക്ഷിക്കുക. നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ ഉടനെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിച്ച് അതിനെ മാറ്റുക. സ്റ്റെപ്പ് നമ്പർ 3, രാവിലെ എഴുന്നേറ്റ ഉടനെയും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ഈ കാർഡ് വായിക്കുക. ആ ലക്ഷ്യം ഇപ്പോൾ തന്നെ നേടിയതായി സങ്കല്പിക്കുക. സ്റ്റെപ്പ് നമ്പർ 4, സേവനം വർദ്ധിപ്പിക്കുക. ലോ ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ്. പണം എന്നത് ഒരു ഫലം മാത്രമാണ്. നിങ്ങൾ ലോകത്തിൽ നൽകുന്ന സേവനത്തിന് അനുസരിച്ചാണ് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുക. കൂടുതൽ മൂല്യം നൽകാൻ ശ്രമിക്കുക. പണം താനെ നിങ്ങളെ തേടി വരും. സ്റ്റെപ്പ് നമ്പർ 5, നിങ്ങളുടെ വരുമാനത്തിൻ്റെ 10% ലാഭിക്കുക. ഓർക്കുക, നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ശക്തിയുണ്ട്. വിജയിക്കുന്ന 5%-ൽ ഒരാളാകണോ അതോ ബാക്കി 95%-ൽ
ഒരാളാകണോ എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. വൈ മോസ്റ്റ് പീപ്പിൾ ഫെയിൽ? എന്തുകൊണ്ടാണ് മിക്ക ആളുകളും തോൽക്കുന്നത്? മിക്ക ആളുകളും പറയുന്നത്, പണം വന്നാൽ ഞാൻ സന്തോഷിക്കും, സുരക്ഷ കിട്ടിയാൽ ഞാൻ ശ്രമിക്കും. എന്നാൽ നിയമം മറിച്ചാണ്. ആദ്യം സേവനം, പിന്നെ വിജയം, പിന്നെ പണം. വിചിത്രമായ ഈ രഹസ്യം ഇനി രഹസ്യമല്ല. ഇത് നിങ്ങളുടെ വിജയത്തിൻ്റെ താക്കോലാണ്. വിശ്വസിക്കുക, പ്രവർത്തിക്കുക, വിജയം നേടുക. ലക്ഷ്യത്തോടെയുള്ള ചിന്തയാണ് വിജയത്തിൻ്റെ താക്കോൽ. ഇന്ന് നിങ്ങൾ ഡ്രൈവറുടെ സീറ്റിലാണ്, മനസ്സാണ് സ്റ്റിയറിംഗ്. നിങ്ങൾ തീരുമാനിക്കണം, ഭയത്തിലാണോ ലക്ഷ്യത്തിലേക്കോ? നിങ്ങൾ ഇന്ന് ചിന്തിക്കുന്നതാണ് നാളെ നിങ്ങളുടെ ജീവിതം. സ്റ്റാർട്ട് ടുഡേ. തിങ്ക് ക്ലിയർലി, ആക്ട് കൺസിസ്റ്റൻ്റ്ലി, ബിക്കം ദ 5%. നിങ്ങൾ ഇന്ന് ചിന്തിക്കും